ഈ ഒരു ഫംഗ്ഷൻ എറോ ഫംഗ്ഷൻ ആണെങ്കിൽ ഇതെങ്ങനെ ബിഹേവ് ചെയ്യാൻ നോക്കാം. അതിനിവിടെ ഈ ഫംഗ്ഷൻ നോർമൽ ഫംഗ്ഷൻ ഒരു എറോ ഫംഗ്ഷൻ ആക്കി മാറ്റി. ഓക്കെ, ഇനി ഈ ദിസിന്റെ വാല്യൂ എന്താണെന്ന് നോക്കാം. ദിസിന്റെ വാല്യൂ ഒന്നുമില്ല, അതായത് ദിസ് പോയിന്റ് ചെയ്യുന്നത് നത്തിങ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എറോ ഫംഗ്ഷന് ബൈ ഡിഫോൾട്ട് ആയിട്ട് ദിസ് ഉണ്ടാവില്ല. അപ്പം ദിസ് പ്രിന്റ് ചെയ്യുന്നത് ഒരു എംപ്റ്റി ഒബ്ജക്റ്റ് ആയിരിക്കും. ഇനി ഈ എറോ ഫംഗ്ഷന്റെ ഉള്ളിൽ ഈ ഒരു നെയിം എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ആക്സസിബിൾ ആകണമെങ്കിൽ ഈ ഒരു മെത്തേഡിനെ വേറെ രീതിയിൽ എഴുതണം. അതെങ്ങനെ എഴുതാന്ന് വെച്ചാൽ, ഈ ഒരു മെത്തേഡിനെ ആദ്യം എഴുതിയില്ലേ, ഫംഗ്ഷൻ എഴുതിയില്ലേ, അതേപോലെ തന്നെ വെക്കുക. ഫംഗ്ഷൻ ഇങ്ങനെ തന്നെ വെച്ച, എന്നിട്ട് ഇതിലൊരു പുതിയൊരു എറോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. എന്താ പറയുക, ജസ്റ്റ് GRT എന്തെങ്കിലും ഗ്രീറ്റ്, ഇവിടെ ഒരു എറോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. ഈ എറോ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിങ്ങൾ കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് ദിസ് ഓഫ് നെയിം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി ഇത് ഇവിടെ വിളിക്കുക. എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം കേട്ടോ. ഇത് വിളിക്കുക, എന്നിട്ട് ഇവിടെ റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെക് എന്ന് കിട്ടും. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. എറോ ഫംഗ്ഷൻ വരുമ്പം ഞാൻ നേരത്തെ പറഞ്ഞു, എറോ ഫംഗ്ഷന് സ്വന്തമായിട്ട് ദിസ് എന്ന് പറഞ്ഞ വാല്യൂ ഇല്ല, അതുകൊണ്ടാണ് എംപ്റ്റി ഒബ്ജക്റ്റ് വരുന്നത്. പക്ഷേ ഒരു എറോ ഫംഗ്ഷനിൽ ദിസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, എറോ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഒരു ദിസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സറൗണ്ടിങ്ങിലുള്ള ദിസിൻ്റെ വാല്യൂ ആണ് ഈ എറോ ഫംഗ്ഷൻ റെഫർ ചെയ്യുക. സറൗണ്ടിങ് ഈ ഒരു എറോ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത് ഏതിൻ്റെ ഉള്ളിലാണ്? ഫംഗ്ഷൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇത് നോർമൽ ഒരു മെത്തേഡാണ്. ഈ മെത്തേഡിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ആക്സസ് ഉണ്ട്? ദിസിന് ആക്സസ് ഉണ്ട്. കാരണം ഇവിടെ ദിസ് എന്ന് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പോയിന്റ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മളുടെ മേലത്തെ ഈ ഒബ്ജക്റ്റിനാണ്. അപ്പം ഈ ഒരു ദിസിനെ ആയിരിക്കും ഈ ഒരു എറോ ഫംഗ്ഷൻ റെഫർ ചെയ്യുക. അതുകൊണ്ട്